ഇന്ന് മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം കേട്ടറ്റ് കാറ്റഗറി 1 ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണ് എങ്കിൽ 2024 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? അപ്പം ഇതിൽ കലണ്ടറായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 1 ഏത് ദിവസമാണെന്നാണ് ചോദിച്ചത്. ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 2024 ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കണം. അതായത് ലീപ്പ് ഇയർ കാണാൻ വേണ്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം വരാത്ത വർഷങ്ങളാണ് ലീപ്പ് ഇയർ, അതിവർഷം എന്ന് പറയുന്നത്. 2024 അതിവർഷമായതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ തന്നിരിക്കുന്ന ദിവസം കൂട്ടാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ദിവസം കൂട്ടാതെ, അതായത് ജനുവരി 1 കൂട്ടാൻ പാടില്ല. അങ്ങനെ കൂട്ടാതെ അതിനടുത്ത ദിവസങ്ങൾ കൗണ്ട് ചെയ്യാം. ഏത് ദിവസമാണോ കണ്ടുപിടിക്കേണ്ടത് അതുവരെ കൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ആൻസർ വരുന്നത് വെള്ളിയാഴ്ചയാണ്. അതെങ്ങനെയാണ് ഈ വെള്ളിയാഴ്ച കിട്ടുക? അപ്പോൾ നമ്മൾ പറഞ്ഞു 2024 അതിവർഷമാണ്. കാരണം 2024 പൂർണ്ണമായും 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ജനുവരി 30 ദിവസം, അതായത് 1-ാം തീയതി കൗണ്ട് ചെയ്യാതെ ജനുവരിയിൽ 31 ഉണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ജനുവരി 1 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ജനുവരി 1 തിങ്കളാഴ്ച ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ജനുവരി 1 കൗണ്ട് ചെയ്യാതെ ബാക്കി എത്ര ദിവസങ്ങളാണ് ജനുവരിയിലുള്ളത് നോക്കുക. അപ്പോൾ ജനുവരി 1 കൂട്ടാതെ ജനുവരി 31 വരെ ജനുവരിയിൽ 30 ദിവസം. പിന്നെ ഫെബ്രുവരി അതിവർഷമായതുകൊണ്ട് തന്നെ 29 ദിവസം. അതിൻ്റെ കൂട്ടത്തിൽ മാർച്ച് 1 കൂടെ, മാർച്ച് 1 ഏത് ദിവസമാണെന്ന് ചോദിച്ചത്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നത് 60 ആണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടിയാൽ കിട്ടുന്ന ആ സംഖ്യയെ 7 കൊണ്ട്, അതായത് 7 ദിവസമാണല്ലോ ഒരാഴ്ചയിലുള്ളത്. അപ്പോൾ അതിൽ ആ കിട്ടുന്ന സംഖ്യയെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആൻസർ 8 കിട്ടും, ശിഷ്ടം 4 കിട്ടും. അപ്പോൾ ആ 4 തിങ്കളാഴ്ചയുടെ കൂടെ കൂട്ടുകയാണ് വേണ്ടത്. അതാണ് തിങ്കളാഴ്ചയുടെ കൂടെ 4 കൂട്ടുമ്പോൾ വെള്ളിയാഴ്ച. അപ്പോൾ എങ്ങനെയാണ് ഈ കലണ്ടറിൽ ഒരു ദിവസം തന്നിട്ട് അടുത്ത മാസത്തിൽ ഇന്ന ദിവസം എത്രയാണ്, ഏത് ദിവസമാണെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ജനുവരി 1 തിങ്കളാഴ്ച എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ആ ജനുവരി 1 കൂടാതെ ജനുവരിയിൽ എത്ര ദിവസം ഉണ്ട് നോക്കുക. എന്നിട്ട് അടുത്ത മാസം ഫെബ്രുവരിയിലെ മാസവും കൂട്ടാം, മാർച്ച് 1 വരെ. അപ്പം മാർച്ച് ആ ഒരു ദിവസവും കൂട്ടാം. അങ്ങനെ കൂട്ടിയിട്ട് അതിന് കിട്ടുന്ന ആൻസറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ശിഷ്ടം കിട്ടുന്ന സംഖ്യ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് തന്നിട്ടുണ്ടല്ലോ തിങ്കളാഴ്ച ആണെന്നുള്ള ആ ദിവസത്തിൻ്റെ കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ദിവസമായിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ പഠന നേട്ടങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചത്. തന്നിരിക്കുന്നവയിൽ പഠന നേട്ടങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പഠന നേട്ടങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ്. ഹ്രസ്വവും ദീർഘവുമായ കാലയളവിൽ പഠന നേട്ടങ്ങൾ കൈവരിക്കാവുന്നതാണ്. പഠന നേട്ടങ്ങൾ അളക്കാവുന്നതാണ്. എല്ലാ ക്ലാസ്സുകളിലും ഒരേ പഠന നേട്ടങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമ്മളെല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് കിട്ടുന്ന പഠന നേട്ടങ്ങളാവില്ല 10th സ്റ്റാൻഡേർഡിൽ നിന്ന് കിട്ടാം. അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും ഒരേ പഠന നേട്ടങ്ങളാണുള്ളത് എന്നതാണ് സവിശേഷത അല്ലാത്തത്. പഠന നേട്ടങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? എല്ലാ ക്ലാസ്സുകളിലും ഒരേ പഠന നേട്ടങ്ങളാണുള്ളത് എന്നതാണ് സവിശേഷത അല്ലാത്തത്. നെക്സ്റ്റ്, 270 മാങ്ങകൾ 2 പെട്ടികളിലായി അടുക്കി വച്ചിരിക്കുന്നു. ഒന്നാമത്തെ പെട്ടിയിലുള്ളതിനേക്കാൾ 14 മാങ്ങകൾ രണ്ടാമത്തെ പെട്ടിയിൽ കൂടുതലായി ഉണ്ട്. എങ്കിൽ രണ്ടാമത്തെ പെട്ടിയിലെ മാങ്ങകൾ എത്ര?
അപ്പോൾ 270 മാങ്ങകളാണ് 2 പെട്ടികളിലായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പെട്ടിയിലുള്ളതിനേക്കാൾ 14 മാങ്ങകളാണ് രണ്ടാമത്തെ പെട്ടിയിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പെട്ടിയിൽ എത്ര ഉള്ളത് നമുക്കറിയില്ല, അത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ പെട്ടിയിലുള്ളതിനേക്കാൾ 14 മാങ്ങകൾ രണ്ടാമത്തെ പെട്ടിയിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ കൂടെ ഈ എക്സും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 14 കൂടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ പെട്ടിയിൽ എക്സ് ആണ്, ഒന്നാമത്തെ പെട്ടിയിലെ മാങ്ങകൾ നമുക്കറിയില്ല, അത് എക്സ് ആയിട്ട് എടുത്തു. രണ്ടാമത്തെ പെട്ടിയിൽ എക്സിൻ്റെ കൂടെ ആദ്യത്തെ പെട്ടിയിലേക്കാൾ 14 കൂടുതലുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എക്സ് പ്ലസ് 14 14 എടുത്തു. അങ്ങനെ 2 പെട്ടിയിലും കൂടി കൂടിയിട്ട് എത്രയാണുള്ളത് തന്നിട്ടുണ്ട്, 270 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സും എക്സും കൂടി കൂട്ടുമ്പോൾ 2x കിട്ടും. 2x പ്ലസ് 14 എത്രയാണ്? 270 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സിനെ അവിടെ നിർത്തിയിട്ട് പ്ലസ് 14 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -14 ആവും. അങ്ങനെ 256 കിട്ടും. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു ആണ് 256. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × x ആണ്. അപ്പോൾ എക്സിനെ മാത്രം അവിടെ നിർത്തിയിട്ട് 2നെ നമ്മൾ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഇൻറ്റു ആണെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പ്ലസ് ആണെങ്കിൽ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ്, അപ്പുറത്ത് ഇൻറ്റു ആണെങ്കിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ആവും, ഹരിക്കണം എന്നാവും. അങ്ങനെ നമുക്ക് കിട്ടിയത് 128. അപ്പോൾ എക്സ് ആണ് 128 കിട്ടിയത്. പക്ഷേ എക്സ് ഒരു പെട്ടിയിൽ 128 ആണെങ്കിൽ രണ്ടാമത്തെ പെട്ടിയിൽ ആ 128ൻ്റെ കൂടെ 14 മാങ്ങകളും കൂടെ എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ടാണ് 142 എന്ന് കിട്ടിയത്. രണ്ടാമത്തെ പെട്ടിയിലെ മാങ്ങകളുടെ എണ്ണമാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് 142. അപ്പോൾ എങ്ങനെയാണ് ഒന്നും കൂടെ പറഞ്ഞത്? ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ പെട്ടിയിൽ എത്ര മാങ്ങ ഉണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുത്തു. രണ്ടാമത്തെ പെട്ടിയിൽ എക്സിനേക്കാളും 14 കൂടുതലുണ്ട്, അതിനെ എക്സ് പ്ലസ് 14 ആക്കി. രണ്ടും കൂടി കൂടിയാൽ 270 തന്നിട്ടുണ്ട്. അങ്ങനെ എക്സും എക്സും കൂട്ടി 2x പ്ലസ് 14 270 കിട്ടി. അങ്ങനെ 2xനെ അവിടെ നിർത്തിയിട്ട് 14 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തുള്ളത്? അതിന് മൈനസ് ആവും, ഈ പ്ലസ് മൈനസ് ആവും. പിന്നെ അതുപോലെ ആ ആൻസർ കിട്ടിയിട്ട് നമ്മൾ എക്സിനെ അവിടെ നിർത്തിയിട്ട് അവിടെ ഇൻറ്റു ചെയ്ത എക്സിനെ ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 128 കിട്ടി. അപ്പോൾ 128 എക്സ് ആണ്. ആദ്യത്തെ പെട്ടിയിൽ 128 മാങ്ങണമെങ്കിൽ രണ്ടാമത്തെ പെട്ടിയിൽ അതിൻ്റെ കൂടെ 14 കൂടി കൂടുതലുണ്ട്. അതുകൊണ്ട് ആൻസർ 142. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അനിൽ ഒരു ജോലി 20 ദിവസം കൊണ്ടും രാജു അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്യുന്നു. അനിൽ ഒരു ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു, രാജു അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്യുന്നു. രണ്ടു പേരും ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കാം? 10, 12, 14, 16 ഇങ്ങനെ ഒരു പ്രോബ്ലം തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അനിൽ ഒരു ജോലി 20 ദിവസം കൊണ്ടാണ്, രാജു അതേ ജോലി 30 ദിവസം കൊണ്ടാണ്. അപ്പം നമ്മൾ 20ൻ്റെയും 30ൻ്റെയും LCM കാണണം. അങ്ങനെ നമുക്ക് അവർ 2 പേരും കൂടെയുള്ള ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ LCM 20ൻ്റെയും 30ൻ്റെയും LCM കാണുമ്പോൾ നമുക്ക് 60 കിട്ടുക. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. അതാണ് അവർ 2 പേരും കൂടി ചെയ്യുന്ന ടോട്ടൽ വർക്ക്. ആകെ ജോലിയാണ് 60. ഇനി 20 ദിവസം കൊണ്ട് 60 ജോലി ചെയ്യുമ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? 60നെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. അതേപോലെ രാജു 30 ദിവസം കൊണ്ട് 60 ജോലി ചെയ്താൽ ഒരു ദിവസം എത്ര ജോലി എന്നുള്ളത് 60നെ 30 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ രാജു ചെയ്യുന്ന ജോലിയും അനിൽ ചെയ്യുന്ന ഒരു ദിവസത്തെ ജോലിയും കിട്ടി. അനിൽ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണെങ്കിൽ രാജു ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലിയാണ്. അപ്പോൾ അവർ 2 പേരും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി അത് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ജോലി എന്ന് കിട്ടും. അങ്ങനെ അപ്പോൾ അനിലും രാജുവും കൂടെ ഒരു ദിവസം 5 ജോലി ചെയ്യും. അനിൽ 3 ജോലിയും ചെയ്യും, രാജു 2 ജോലിയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം 5 ജോലി ചെയ്താൽ എത്ര ദിവസം വേണം
അത് പൂർത്തീകരിക്കാൻ, ഈ ജോലി പൂർത്തീകരിക്കുക എന്നുള്ളത് നമുക്ക് 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 12 ദിവസം എന്ന് കിട്ടും. 2 പേരും കൂടി ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കാം എന്നുള്ളത് നമുക്ക് കിട്ടും. 60 ദിവസം. 60നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. 12 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100 മീറ്റർ ദൂരം ബിജു 10 സെക്കൻഡ് കൊണ്ടും പ്രശാന്ത് 12.5 സെക്കൻഡ് കൊണ്ടും ഓടുന്നു. ബിജു ഫിനിഷ് ചെയ്യുമ്പോൾ പ്രശാന്ത് എത്ര മീറ്റർ പിറകിലായിരിക്കും? ദൂരം എത്രയാണ്? 100 മീറ്റർ. അവർ ടൈമോ? ബിജു 10 സെക്കൻഡ് കൊണ്ടും പ്രശാന്ത് 12.5 സെക്കൻഡ് കൊണ്ടുമാണ് ഓടുന്നത്. അപ്പോൾ ഇവിടെ ദൂരവും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. ആൻസർ 20 മീറ്ററാണ്. അതെങ്ങനെ കിട്ടുക? അപ്പോൾ സ്പീഡാണ് കാണേണ്ടത്. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 100 മീറ്ററിന് തന്നിട്ടുണ്ട്, സമയവും ദൂരവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബിജുവിൻ്റെ സ്പീഡ് കാണാം. 100 മീറ്ററാണ്. 2 പേർക്കും 100 മീറ്റർ തന്നെയാണ് ഓടേണ്ടത്. ബിജുവിൻ്റെ സ്പീഡ് കാണണമെങ്കിൽ 100/10, അതായത് എന്താണ്? 10 സെക്കൻഡ് കൊണ്ടാണ്, ടൈമാണ്. അപ്പോൾ 100/10 എന്ന് ഇടുമ്പോൾ നമുക്ക് 10 കൊണ്ട് ഏതിനെ ഡിവൈഡ് ചെയ്താലും ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ എന്താണ് ആൻസർ? 10 മീറ്റർ പെർ സെക്കൻഡാണ് ആൻസർ. താഴെ മേലെ ഒരു 0 വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ബിജുവിൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് 100 മീറ്റർ തന്നെയാണ്, ടൈം 10 സെക്കൻഡാണ് ബിജുവിൻ്റെ കേസിൽ. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡാണ് നമുക്ക് സ്പീഡ് കിട്ടിയത്. ഇനി പ്രശാന്തിൻ്റെ സ്പീഡോ? 100/12.5 ആണ്. പ്രശാന്ത് 12.5 സെക്കൻഡ് കൊണ്ടാണ് ഓടിത്തീർക്കുന്നത്. അപ്പോൾ പ്രശാന്തിൻ്റെ സ്പീഡ് കാണണമെങ്കിൽ 100/12.5. അപ്പോൾ 100ന് നമുക്ക് താഴത്തൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയിൻ്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? താഴത്ത് നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് ആ പോയിൻ്റ് മാറ്റാൻ പറ്റും. പക്ഷേ താഴത്ത് ഇൻറ്റു ചെയ്യണ അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ മേലെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 100 × 10 12.5 × 10. അപ്പോൾ ഇവിടെ എന്തായി? 100 × 10 എന്തായിട്ട് മാറും? 1000 ആയിട്ട് മാറും. അതേപോലെ താഴത്ത് 125 ആവും. അതായത് 125ൻ്റെ കൂടെ ഒരു 0 കൂടെ വരും അല്ലേ? അപ്പോൾ ആ ഒരു 0 കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പോയിൻ്റ് അവിടെ കട്ടായി പോകും. അങ്ങനെയാണ് നമ്മൾ പോയിൻ്റ് മാറ്റുന്നത്. അപ്പോൾ 100 × 10/125 കിട്ടും. 100 × 10/125 നമ്മൾ ചെയ്യുമ്പോൾ താഴത്ത് നമ്മൾ 125നെയും 100നെയും തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ മേലെ 4ഉം താഴത്ത് 5ഉം കിട്ടും. പിന്നെ നമ്മൾ അതിനെ 10 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴത്ത് 1ഉം കിട്ടും, മുകളിൽ 2 കിട്ടും. അങ്ങനെ 4ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡ് ദൂരമാണ്. അതായത് ഇപ്പോൾ ഇവർ 2 പേരും 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് നമുക്ക് കിട്ടിയത്. 1 സെക്കൻഡ് കൊണ്ട് പ്രശാന്ത് 8 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ബിജുവിൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡാണ്. അതുപോലെ പ്രശാന്തിൻ്റെത് 8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് ബിജു 100 മീറ്റർ കവർ ചെയ്യും. 1 സെക്കൻഡ് കൊണ്ട് പ്രശാന്ത് 8 മീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത്. അപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് പ്രശാന്ത് 80 മീറ്റർ ദൂരം സഞ്ചരിച്ചു. 10 × 8 80 മീറ്റർ. അതാണ് ആൻസർ 20. ടു എൻഡ് പോയിൻറ്റിൽ 10 സെക്കൻഡ് കൊണ്ട് എത്തി നിൽക്കുമ്പോൾ പ്രശാന്ത് 1 സെക്കൻഡിൽ 8 മീറ്ററാണ് സഞ്ചരിച്ചത്. അപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് 80 മീറ്ററാണ് സഞ്ചരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ബിജു 100 മീറ്റർ കവർ ചെയ്യുമ്പോൾ പ്രശാന്ത് 80 മീറ്ററുള്ളൂ കവർ ചെയ്തിട്ടുണ്ടാവുക. 100ന്ന് 80 മൈനസ് ചെയ്താൽ ആൻസർ 20 മീറ്റർ. നെക്സ്റ്റ്, ഈ ടീച്ചിങ് മാനുവലിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഒരു സാധാരണ ടീച്ചിങ് മാനുവൽ DTP ചെയ്തു തയ്യാറാക്കിയാൽ അത് ഈ ടീച്ചിങ് മാനുവലായി. ഡിജിറ്റൽ വിഭവങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ഈ ടീച്ചിങ് മാനുവലിന് ആവശ്യമായിട്ടുള്ളത്.
ഡിജിറ്റൽ ക്ലാസ് മുറിക്ക് അനുയോജ്യമായ രീതിയിൽ ഇലക്ട്രോണിക് വിഭവങ്ങൾ ചിട്ടയായി ക്രമപ്പെടുത്തി പഠന പ്രവർത്തനങ്ങൾ ക്രമത്തിൽ ലിങ്ക് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ ടീച്ചിങ് മാനുവൽ. ഈ ടീച്ചിങ് മാനുവലിൽ വിലയിരുത്തൽ രേഖപ്പെടുത്താൻ ലിഖിതമോ ഡിജിറ്റലോ ആയ സങ്കേതങ്ങൾ ലഭ്യമല്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ഈ ടീച്ചിങ് മാനുവലിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഡിജിറ്റൽ ക്ലാസ് മുറിക്ക് അനുയോജ്യമായ രീതിയിൽ ഇലക്ട്രോണിക് വിഭവങ്ങൾ ചിട്ടയായി ക്രമപ്പെടുത്തി പഠന പ്രവർത്തനങ്ങൾ ക്രമത്തിൽ ലിങ്ക് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ ടീച്ചിങ് മാനുവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7, ഏഴാമത്തെ ക്വസ്റ്റ്യൻ 0.03 ഇൻറ്റു 0.04 ഇൻറ്റു 0.05 ബൈ 0.01 എത്ര? എന്താണ് ആൻസർ? ഇപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ തന്നിരിക്കുന്നവരിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട് എന്നാണ്. 0.03, അതായത് 0.3, 2 ഇപ്പുറത്തേൽ 0.4, അതും 2, 4 ഇവിടെ 0.5, 6. അപ്പം മേലെ 6 ദശാംശ സ്ഥാനമുണ്ട്, താഴത്ത് 3 ദശാംശ സ്ഥാനമേ ഉള്ളൂ, 0.01. മുകളിൽ 6 ദശാംശ സ്ഥാനമുണ്ട്, അംശത്തിൽ ഛേദത്തിൽ 3 ദശാംശ സ്ഥാനമാണ് ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലുള്ളത് പരിഗണിക്കണം. മേലെ 6 ദശാംശ സ്ഥാനമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ സ്ഥാനത്ത് അപ്പം അത്രയും 0 ഇട്ട് കൊടുത്തിട്ട് മേലെ താഴെ നമ്മൾ ഇൻറ്റു ചെയ്യാം. അതായത് അങ്ങനെയാണ് നമ്മൾ പോയിൻ്റ് മാറ്റുന്നത്. ഇപ്പം മേലെ 6 ദശാംശ സ്ഥാനമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 6 അതായത് 10 ലക്ഷം കൊണ്ട് താഴെയും മുകളിലും ഗുണിക്കാം. ഇപ്പോൾ 0.03 ഇൻറ്റു 0.04 ഇൻറ്റു 0.05 നമ്മൾ 10 ലക്ഷം കൊണ്ട് ഇൻറ്റു ചെയ്യാം. താഴത്തും അതുപോലെ 10 ലക്ഷം കൊണ്ട് ഇൻറ്റു ചെയ്യാം. കാരണം മുകളിലാണ് ഏറ്റവും കൂടുതൽ ദശാംശ സ്ഥാനങ്ങളുള്ളത്. അങ്ങനെ 10 ലക്ഷം കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് പോയിൻ്റ് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? പോയിൻ്റ് പോയിട്ട് 3, 4, 5 എന്നായിട്ട് മാറി. താഴത്തെ നമ്മൾ ഇൻറ്റു ചെയ്തപ്പോൾ 1 ഇൻറ്റു 1000 ആയിട്ട് മാറി. ഇപ്പോൾ താഴത്തെ 3 പോയിൻ്റ് കളഞ്ഞപ്പോൾ ബാക്കി 6 പോയിൻ്റ് ആയിരുന്നു. 6 0 കൊണ്ടല്ലേ നമ്മൾ ഇൻറ്റു ചെയ്തത്. അപ്പോൾ 3 പോയിൻ്റ് പോയിട്ട് താഴത്ത് 1 ഇൻറ്റു 1000 ആയി, 3 0 ഉണ്ടായി. അങ്ങനെ നമ്മൾ അതിനെ 3 ഇൻറ്റു 4 ഇൻറ്റു 5 ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. അപ്പോൾ 60നെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര 0 ഇട്ട് കൊടുക്കണം? 2 സ്ഥാനം കഴിഞ്ഞിട്ട് 0.06 ആണ് ആൻസർ വരുന്നത്. 0.06. 60ലെ 0യും അതുപോലെ താഴത്തുള്ള 0യും വെട്ടുക. അപ്പോൾ നമുക്ക് 6/100 കിട്ടും. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ 2 0 ഉള്ളതുകൊണ്ട് തന്നെ 2 ദശാംശ സ്ഥാനം വേണം ആൻസറിൽ. അതുകൊണ്ടാണ് 0.06. ഇനി നെക്സ്റ്റ്, ഭിന്നസംഖ്യ രൂപീകരിക്കാനും അവയെ വിശദീകരിക്കാനും സഹായകമായ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏത്? ജെ ഫ്രാക്ഷൻ ലാബ്, ജിയോജിബ്ര, ജിയോ ടച്ച്, ക്വിസ്ലൈറ്റ്. ഭിന്നസംഖ്യ രൂപീകരിക്കാനും അവയെ വിശദീകരിക്കാനും സഹായകമായ സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് ജെ ഫ്രാക്ഷൻ ലാബ്. കറക്റ്റ് ആൻസർ ജെ ഫ്രാക്ഷൻ ലാബ്. നെക്സ്റ്റ്, ഒരു സംഖ്യയുടെ 6ൽ 1ഉം അതേ സംഖ്യയുടെ 8ൽ 1ഉം തമ്മിൽ ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ മാത്സൊക്കെ നിങ്ങൾക്കൊരു ട്രിക്ക് ഉണ്ടെങ്കിൽ തന്നെ, അത്ര വലിയ പ്രയാസപ്പെട്ട മാത്സൊന്നും അല്ല ചോദിക്കുന്നത്, ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ റൂള് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു സംഖ്യയുടെ 6ൽ 1ഉം അതേ സംഖ്യയുടെ 8ൽ 1ഉം തമ്മിൽ ഗുണിച്ചാൽ അതേ സംഖ്യ കിട്ടും. അപ്പോൾ നമ്മൾ സംഖ്യ നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുക? സംഖ്യയെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കുക. ഒരു സംഖ്യയുടെ 6ൽ 1 എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 1/6, അതായത് x/6. അതുപോലെ തന്നെ ഒരു സംഖ്യയുടെ 8ൽ 1 എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 1/8, അതായത് x/8. അപ്പോൾ x/6ഉം ഇപ്പോൾ ഒരു സംഖ്യയുടെ 6ൽ 1ഉം മറ്റൊരു സംഖ്യയുടെ 8ൽ 1ഉം തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്ന പറഞ്ഞത്.
അപ്പോൾ x/6ഉം x/8ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതേ സംഖ്യ തന്നെ കിട്ടും എന്ന് പറയുമ്പോൾ എക്സ് കിട്ടും. x/8ഉം x/6ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ അതേ സംഖ്യ എന്ന് പറയുമ്പോൾ അതായത് എക്സ് തന്നെ കിട്ടും എന്നാണ് പറയുന്നത്. അവിടെ ഡിവൈഡ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു 48 എന്ന് കിട്ടും. അതായത് ഇവിടെ x/6ഉം x/8ഉം ആണ് ഡിവൈഡാണ്. ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഇൻറ്റു ആയിട്ട് മാറും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 48. കറക്റ്റ് ആൻസർ 48 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കിൻഡലിന് തുല്യമായത് ഏത്? 100 കിലോഗ്രാം, 1000 മില്ലിഗ്രാം, 1 ലാക്ക് ഗ്രാം, 10,000 ഗ്രാം. അപ്പോൾ ഏതാണ് ഇവിടെ ഒരു കിൻഡലിന് തുല്യമായത്? ഏതാണ്? 100 കിലോഗ്രാം ആണല്ലേ കറക്റ്റ് ആൻസർ. 100 കിലോഗ്രാം. എലിമെൻറ്റ്സ് എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? രാമാനുജൻ, യൂക്ലിഡ്, ആർക്കിമിഡിസ്, റെനെ ദക്കാർത്ത്. എലിമെൻറ്റ്സ് എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? യൂക്ലിഡ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, പഠനോപകരണങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. കണ്ടും കേട്ടും ചെയ്ത് പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നു. അമൂർത്തമായ ആശയങ്ങൾ വേഗത്തിൽ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നു. നേടിയ ആശയങ്ങൾ ഉറപ്പിക്കുന്നതിന് സഹായിക്കുന്നു. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ക്ലാസ്സുകൾ പിന്നോക്കക്കാരായ കുട്ടികൾക്ക് മാത്രം മതിയാവും. അപ്പോൾ ഏതാണ് ഓപ്ഷന്? പഠനോപകരണങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയേ. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ക്ലാസ്സുകൾ പിന്നോക്കക്കാരായ കുട്ടികൾക്ക് മാത്രം മതിയാവും. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഏത് തരം കുട്ടികൾക്കും പഠനോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പഠനം എളുപ്പവും കൂടുതൽ ഫലവത്തുമാവും. നെക്സ്റ്റ്, ഗണിത പഠന സമീപനങ്ങളുമായി ബന്ധമില്ലാത്തത്. പ്രവർത്തനാധിഷ്ഠിതം, വിവ്രജന ചിന്ത, ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, ആവർത്തന പഠനം. ഗണിത പഠന സമീപനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആവർത്തന പഠനം എന്നതാണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ തുറന്ന ചോദ്യത്തിനുള്ള ഉദാഹരണം ഏത്? 5, 6, 8. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കിയേ, 67 × 67 636 ഡിവൈഡഡ് ബൈ 3. ഇപ്പം നോക്കിയാൽ തന്നിരിക്കുന്നവയിൽ തുറന്ന ചോദ്യം. അപ്പോൾ 5ഉം 6ഉം 8ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടുക എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. അതുപോലെ 67 × 67 ചെയ്യാം. 636നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുകയെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ തുറന്ന ചോദ്യത്തിനുള്ളത് നമുക്ക് എന്തും എഴുതി ചേർക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എന്തും എഴുതി ചേർക്കാം. ആൻസർ 56 കിട്ടുന്ന രീതിയിൽ. ഇതാണ് തുറന്ന ചോദ്യത്തിനുള്ള ആൻസർ, അതായത് തുറന്ന ചോദ്യത്തിൻ്റെ എക്സാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും 3 ഓപ്ഷൻസും ഏകദേശം സെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം സെക്കൻഡ്, രണ്ടാമത്തെ. അപ്പോൾ ഇങ്ങനെ കുറേ ആൻസേഴ്സൊക്കെ നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയായും തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുകയായും എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയായും തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുകയായും എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇതിലേതാണ്? ഇപ്പോൾ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യ എന്നൊക്കെ പറയുമ്പോൾ 1 + 2 + 3 + 4 + 5. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയായും നമുക്കിതിനെ ചെയ്യാൻ പറ്റും. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 4ഉം 5ഉം 6ഉം. അപ്പോഴും നമുക്ക് സെയിം ആൻസർ. ഇപ്പോൾ ആൻസർ ഇവിടെ 15 കറക്റ്റ് ആൻസർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.